പാഠം 1 പ്രതിരോധം. ശ്രദ്ധിക്കൂ. പ്രതിരോധ മാർഗത്തിനായി നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നതും ചെലവുകളൊന്നും ഇല്ലാത്തതുമായ ഒരായുധമാണ് നാവ്. നാവ് ഉളുക്കാതിരിക്കാൻ ദിവസവും 2 നേരമെങ്കിലും നിർബന്ധമായും നാവിന് വ്യായാമം കൊടുക്കണം. അതിനായി നമ്മുടെ ഏതാനും പ്രതിരോധ മന്ത്രങ്ങൾ അത് തുടർച്ചയായി ഉച്ചരിച്ചാൽ മതി. അറിയില്ല, ബന്ധമില്ല, പരിശോധിക്കും, രാഷ്ട്രീയ വിരോധം, ഇതൊക്കെ. പിന്നെ എന്തും വഴങ്ങാൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഇടയ്ക്കിടയ്ക്ക് നാവിൽ പുരട്ടുന്നത് നല്ലതാണ്. ആദ്യം ആണി കടിച്ചെടുക്കണം, എന്നിട്ട് എണ്ണണം. 1, 2, 3, 4. പാനൂര് സ്ഫോടനത്തിൽ മരിച്ചല്ലോ ഷെറിന്റെ വീട്ടിലേക്ക് സംസ്കാരത്തിന് മുമ്പായിട്ട് CPM-ന്റെ 2 നേതാക്കൾ എത്തി എന്ന വാർത്തയുണ്ട്. ചോദ്യം തീരുന്നതിന് മുന്നേ അണ്ണൻ അറിയില്ല ഛർദ്ദിച്ചു കഴിഞ്ഞു. പാർട്ടിയിൽ എന്ത് നടന്നാലും അതൊന്നും അറിയാത്ത സെക്രട്ടറി എന്ന നിലയിൽ ഈ റെഡിമെയ്ഡ് ഒറ്റവാക്ക് മറുപടി അല്ലാതെ പിന്നെ എന്ത് തരാനാണ്? നമ്മൾ എന്ത് പ്രതീക്ഷിക്കാനാണ്? നടന്ന സംഭവം സത്യമല്ല, മിത്താണ് എന്ന അടുത്ത മറുപടിക്കായി കേരളം കാത്തിരിക്കുകയാണ്. അണ്ണ പാർട്ടി തള്ളണ്ടായിരുന്നു, പാർട്ടി ഒന്നുമില്ല. അല്ല, ഇനി അണ്ണന് പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലെന്ന് നാളെ പറയുമോ? അറിയില്ല, അതെനിക്കറിയില്ല. അറിയില്ല പറഞ്ഞില്ലേ അതിനെ പറ്റി? അറിയില്ലെന്നൊരു ഒറ്റ ഉത്തരവുള്ളെന്ന് പറഞ്ഞില്ലേ? വേട്ടക്കാരന്റെ കൂടെ നിന്നിട്ട് ഇരകളെ സംരക്ഷിക്കുന്നതായി നടിക്കുന്ന തിരക്കിലാണ്. ഇനി ചോദ്യങ്ങൾ വന്ന തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി സ്വയം രൂപവൽക്കരിച്ച നുണതന്ത്ര കഥകളുടെ ഭാണ്ഡമഴിക്കും. വേണോ? എന്റെ പൊന്നോ വേണ്ട. മിയാഷ്ട്രേ, പാർട്ടിയിലെ ചില നേതാക്കളൊക്കെ ആ മരണവീട് സന്ദർശിച്ചെന്നറിഞ്ഞല്ലോ. അതിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പരിശോധിച്ചോട്ടെ. യാതൊരു ബന്ധമില്ല, പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. സമനിലയ്ക്കൊരു ചെറിയ കോട്ടം സംഭവിച്ചിട്ടുണ്ടല്ലോ. പ്ലാൻ ബി എന്ന പ്ലാൻ ബോംബ് നേരത്തെ പൊട്ടിയതിന്റെ ടെൻഷനാന്നൊക്കെ ശത്രുക്കൾ പറയുന്നു. ഇവിടെ വ്യവസായം വളരുന്നില്ല എന്ന് കുറ്റം പറയും. ബോംബ് നിർമ്മാണവും ഒരു വ്യവസായമല്ലേ? ആ നിർമ്മാണ മേഖലയിലുണ്ടായ അപകടത്തിൽ ഒരു ദാരുണ മരണം സംഭവിച്ചതിന് ഇങ്ങനെ ചൂഷണം ചെയ്യാമോ മാധ്യമങ്ങളെ? ഇത്തരം അപകട സാധ്യതാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിഷ്കളങ്കരായ തൊഴിലാളികൾക്ക് ഒരു ഇൻഷുറൻസ് പരിരക്ഷ എന്ന മഹത്തായ ആലോചനയിലാണ് പാർട്ടി. അപ്പോഴാ പാനൂർ മുളിയാന്തോട് ബോംബ് നിർമ്മാണത്തിൽ ഉൾപ്പെട്ടവർക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന CPM പ്രതിരോധത്തിനിടെയാണ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിലിന്റെ വീട് CPM നേതാക്കൾ സന്ദർശിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നത്. പാർട്ടി ക്ലാസ് മിസ്സാക്കിയവരാണെന്ന് തോന്നുന്നു. പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നുകിൽ ഈ വീടിന് തീ വെക്കുക, അല്ലെങ്കിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുക. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസ് ആയാലും BJP ആയാലും അതുപോലത്തെ UDF ആയാലും ഏത് പാർട്ടിക്കാർക്കും അറിയാം ഈ പ്രദേശത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏറ്റവും വിട്ടുവീഴ്ചയോടുകൂടി സമീപനം സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് CPIM എന്ന്. വിട്ടുവീഴ്ചയ്ക്ക് കരുത്തേകാൻ പൊതിച്ചോറും കൊണ്ട് പോയതായിരിക്കും മരണ വീട്ടിലല്ലേ? ബോംബ് നിർമ്മാണം എന്നൊരു സംഗതിയേ നടന്നിട്ടില്ലെന്നും കൂടി പറഞ്ഞ ഒരു പൂർണ്ണത വരുമായിരുന്നു. BJP-ക്കാരന്റെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ പോകുന്നില്ലേ? കോൺഗ്രസ്സുകാരന്റെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ പോകുന്നില്ലേ? അപ്പൊ ആ നിലയിൽ മാത്രമേ അവരതിനെ കരുതിയിട്ടുള്ളൂ. അതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടപ്പെട്ട ഒരാളുടെ ദുര്യോഗത്തിൽ അനുശോചിക്കാൻ പോയെന്ന്, അത്രേ ഉള്ളൂ. ആ പോക്കിന് പറയുന്ന പേരാണ് പാർട്ടി ബന്ധം. പച്ച നുണകൾ ഒരു ഉളുപ്പുമില്ലാതെ ജനങ്ങളോട് പറയുന്ന പ്രക്രിയയാണോ ദൈവമേ രാഷ്ട്രീയം? അല്ല, അയാൾക്ക് പാർട്ടിയുടെ ഒരു പ്രവർത്തകനേ അല്ല അയാൾ. അയാളെ 6 മാസത്തിന് മുമ്പ് പാർട്ടി പുറത്താക്കിയതാ. വേണമെങ്കിൽ 1 വർഷത്തിന് മുമ്പ് പുറത്താക്കാം. എന്താ വേണോ? അത് മരണമായാലും കല്യാണമായാലും മറ്റ് അടിയന്തര സാഹചര്യമായാലും അപകടമായാലും ജനപ്രതിനിധികൾ അവിടെ പോകുക എന്നുള്ളത് ജനപ്രതിനിധികളുടെ കടമയാണ്. ഓഹോ, ജനപ്രതിനിധികൾ അവരുടെ കടമ നിറവേറ്റാൻ പോയതായിരുന്നല്ലേ? അപ്പൊ ഒരു ചോദ്യം, നിയമവിരുദ്ധ പ്രവർത്തനത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ട ആളുടെ വീട്ടിലേക്ക് ഓടിക്കയറി ചെന്ന് കെട്ടിപ്പിടിക്കേണ്ട എന്തു ബാധ്യതയാണ് ജനപ്രതിനിധിക്കുള്ളത്? അടിമമാരെ, ചോദ്യം ക്ലിയർ അല്ലേ? അവിടെ ചെന്നില്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന എന്ത് പ്രത്യാഘാതങ്ങൾ പരിഗണിച്ചാണ്
ആ ജാഗ്രതക്കുറവ് അറിഞ്ഞുകൊണ്ട് സഖാക്കൾ കാട്ടിയത് എന്നതാണ് ആ ചോദ്യത്തിനുള്ളിലെ ചോദ്യം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇനി ഈ കേസിൽ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തതിനുള്ള ക്യാപ്സ്യൂള് പിടിച്ചോ. ഈ സംഭവം നടന്ന് ഒരു വ്യക്തി പോലും ഈ സ്ഫോടനം നടന്ന വീട്ടിലേക്ക് ചേരുവാനോ അല്ലെങ്കിൽ ഒരാളെ പോലും ആശുപത്രിയിൽ എത്തിക്കാൻ നാട്ടുകാർ തയ്യാറാവാതെ വന്നപ്പോഴാണ് അമൽ ബാബുവാണ് ഈ പരിക്കേറ്റ് ചോര ഒലിപ്പിച്ചവരെ ആശുപത്രിയിൽ എത്തിച്ചത്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ഇയാളോട് ഇനി സംസാരിക്കുന്നവരുടെ മാനം പോകും. പാതിരാത്രി രഹസ്യമായിട്ട് ബോംബ് നിർമ്മാണം നടത്തി, നിയമവിരുദ്ധ പ്രവർത്തനം. അതിനിടെ സ്ഫോടനം ഉണ്ടായപ്പോൾ കൃത്യമായി എവിടുന്നോ ഓടിയെത്തി സഹജീവി സ്നേഹം കൊണ്ട് 108 ആംബുലൻസ് വിളിച്ചു യൂണിറ്റ് സെക്രട്ടറി. ഒന്ന് പോയി തരുമോ? ആസനത്തിൽ മുളച്ച ആലിന് ഇത്രയും തണലോ? 1 2 3 4 5 6 7 8 9 10